നമ്മുടെ മുടി ഏറ്റവും സൂപ്പറായിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവത്തില്ല. നമ്മുടെ ഒരു എപ്പോഴുള്ള ഒരു ക്രൗണാണ് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത്. സോ അത് ഏറ്റവും അടിപൊളിയായിട്ട് സംരക്ഷിക്കാൻ കറ്റാർ വാഴ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. മുടി തഴച്ച് വളരാനും അതുപോലെ തന്നെ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, താരനുണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കും. നമുക്ക് ഫ്രിസി ആയിട്ട് മുടി ഡ്രൈ ആയിരിക്കുന്നുണ്ട്, അറ്റം പൊട്ടുന്നുണ്ടെങ്കിൽ അതിനും എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും നിങ്ങൾ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. അപ്പോൾ 2 തരത്തിലാണ് അലോവേര ജെൽ ഉള്ളത്. നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നട്ട് വളർത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടിയുണ്ട്, താരനും മുടി കൊഴിച്ചിലും ട്രീറ്റ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലീഫ് ഫുൾ എടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, സ്കാൽപ്പിലായിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ചെറിയ ഡാൻഡ്രഫൊക്കെ ഉള്ളൂ, മുടി ഒന്ന് വളരണം എന്നൊക്കെ ആണെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പം ഇതുപോലെ ഒരു കുഞ്ഞ് പീസ് എടുത്താൽ മതി. ഒരുപാട് പേർക്കും ജലദോഷം പെട്ടെന്ന് വരും, ഇങ്ങനെ തണുപ്പ് കൂടുതലായിട്ട് കൊള്ളുമ്പോൾ. അങ്ങനെയുള്ളവരാണെങ്കിലും ഇതുപോലെ ഒരു കുഞ്ഞ് പീസ് എടുത്താൽ മതി. എനിക്കിപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഞാനിതുപോലെ കുഞ്ഞ് പീസ് എടുക്കുന്നത്. ഒത്തിരി ഇങ്ങനെ തലയിൽ വെച്ചിരിക്കുമ്പോൾ എനിക്കത് സെറ്റ് ആവാറില്ല, പെട്ടെന്ന് ജലദോഷം വരും. തണുപ്പ് സമയം കൂടെ ആണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നിറയെ എടുത്ത് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ സ്കാൽപ്പിലായിട്ട് ഡയറക്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അറിയാതെ മുടി കെട്ടി വെച്ചിരിക്കുകയായിരുന്നു, അതൊക്കെ മാറ്റി നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഓരോ ചെറിയ ചെറിയ സെക്ഷനായിട്ട് വകർപ്പെടുത്ത് ഈ ഒരു സംഭവത്തിൽ നിന്ന് നീര് മാത്രം എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ പാക്കറ്റിൽ വാങ്ങുന്ന അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഹെയറിൽ യൂസ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അത് നമുക്കിതുപോലെ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ എവിടെയാണോ നമുക്ക് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉള്ളത് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഒരു മസാജ് സ്കാൽപ്പിന് കൊടുക്കുന്നതും നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റി നന്നായിട്ട് മുടി തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒറ്റ ദിവസം മാത്രം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. കണ്ടിന്യൂ ചെയ്യുക. ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ വെച്ച് കുറേ നാൾ കണ്ടിന്യൂ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 മാസം 1.5 മാസമൊക്കെ ആകുമ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഈ ഒരു അലോവേര ജെല്ലിൽ നല്ല രീതിയിൽ ഒരു വൈറ്റ് കളർ ഒരു സംഭവം ഉണ്ടാവൂലേ, നമുക്കതിനകത്ത് കാണും ഒരു ഫ്ലഷ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നീര് മാത്രം ഇങ്ങനെ കയ്യിലെടുത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാര്യം ആ വൈറ്റ് കളർ സംഭവം നമ്മുടെ മുടിയിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാംപൂ ചെയ്ത് കഴുകിയാൽ മാത്രമേ അത് പോവുള്ളൂ. എനിക്ക് ആക്ച്വലി എണ്ണ തേക്കുമ്പോൾ മാത്രമേ ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളൂ. അലോവേര ജെല്ലി യൂസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഷാംപൂ ചെയ്യാറില്ല. കാര്യം അത് വെള്ളം നീര് മാത്രമാണ് എടുത്ത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഷാംപൂ ചെയ്ത് കഴുകേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് പൊക്കോളും. ഞാൻ കുറച്ച് മാത്രമാണല്ലോ അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട്. അപ്പം നല്ലതായിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ നന്നായിട്ട് പാർട്ടീഷൻ എടുത്ത് മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യരുത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താലേ നമുക്ക് മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ താരൻ മാറാനും ഹെൽപ്പ് ചെയ്യുള്ളൂ. വേറെ എന്തെങ്കിലും ഇച്ചിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും നമുക്ക് സഹായിക്കും. ഇതുപോലെ ഞാൻ വെക്കാത്തതിൻ്റെ കാര്യം ഈ വെള്ള കളർ സംഭവം മുടിയിൽ പറ്റി പിടിച്ചിരുന്നാൽ അത് പോകാനായിട്ട് ഭയങ്കര പാടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ആകാതിരിക്കാനാണ് ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. നമ്മൾ സാധാരണ എണ്ണ തേക്കത്തില്ലേ മുടിയിൽ, ആ സമയത്ത് കുറച്ച് അലോവേര ജെല്ലും കൂടെ നീര് മാത്രം മിക്സ് ചെയ്തിട്ട് എണ്ണ തേച്ചിട്ട് കുളിക്കുന്ന സമയത്ത് ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുന്നത് ഭയങ്കര നല്ലതാണ്. നന്നായിട്ട് മുടി തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് സ്കാൽപ്പിനെയും ഹെയറിനെയും നറിഷ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഷാംപൂ ചെയ്തതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്യുക, നന്നായിട്ട് സിറമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ സിറത്തിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലും കുറച്ച് 1 തുള്ളി കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ സിറമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനിങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങളെക്കാളും വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി അതുപോലെ തന്നെ ഹെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എനിക്കത് നല്ല ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്തവരാണ്, ഇത് അവൈലബിൾ അല്ലാത്തവരാണെങ്കിൽ പാക്കറ്റിലുള്ള അലോവേര ജെല്ല് ഏറ്റവും ഏതാണോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളത് അത് നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ മുടിയിൽ മുഴുവനായിട്ടും ഇതുപോലെ അലോവേരയിൽ നിന്ന് നീരെടുത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നന്നായിട്ട് നറിഷ് ആക്കാനായിട്ട് സഹായിക്കും. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു വെള്ള സാധനം മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുക അത് നോക്കുക. നമുക്ക് ഫ്രണ്ട് സെക്ഷനല്ലേ കണ്ണാടി കൂടെ നോക്കുമ്പോൾ കാണുള്ളൂ. ബാക്കിലോട്ടൊക്കെ ആണെങ്കിൽ ആരോടെങ്കിലും ചോദിക്കേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഹെയറിൽ അത് എത്തത്തില്ലല്ലോ. എന്നാലും നന്നായിട്ടൊന്ന് കുടഞ്ഞ് കളയുകയാണെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ പൊക്കോളും. പിന്നെ ചീക്കി കൂടെ കൊടുക്കുക, ചീക്കി കൊടുക്കുമ്പോഴും പൊക്കോളും.
ഇനി നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരേ ഒരു ഡ്രോപ്പ് കോക്കനട്ട് ഓയിലും കൂടെ നിങ്ങൾ യൂസ് ചെയ്യുക. കുളിക്കുന്നതിന് മുന്നേ അല്ല, കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് അലോവേര ജെല്ലും കോക്കനട്ട് ഓയിലും ഒരൊറ്റ തുള്ളി മാത്രം മതി. അതിപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല, തലയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒലിവ് ഓയിലോ എന്താണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. കാച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ, അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ അധികമായ മുടി ഫുൾ ഒട്ടിയിരിക്കുന്നത് പോലെ ഉണ്ടാകും, അതൊന്നും വേണ്ട. ഒരൊറ്റ തുള്ളി മാത്രം എടുത്താൽ മതി, ഹെയർ നന്നായിട്ട് മാനേജബിൾ ആകും. പിന്നെ നിങ്ങൾക്ക് ജട കളയുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു സെയിം മിക്സ്ചർ അല്ലെങ്കിൽ അലോവേര ജെല്ല് മാത്രമായിട്ടെങ്കിലും നമ്മൾ ഹെയറിൻ്റെ ആ ഒരു എൻഡിലോട്ടൊക്കെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡീറ്റാങ്കിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുടിയുടെ ജട കളയാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിനി നിങ്ങൾക്ക് എങ്ങനെയാണ് അലോവേര ജെല്ല് നമ്മുടെ സ്പ്ലിറ്റൻസ് മാറാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ അലോവേര ജെല്ല് ഇങ്ങനെ കയ്യിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യണം, ഒരുപാട് നേരം കയ്യിൽ മാത്രമായിട്ട് വെച്ചിരുന്നാൽ ഇത് വേപ്പറായി കയ്യിൽ അങ്ങനെ ഒബ്സോർബായി ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് ഒറ്റ ദിവസം ചെയ്താലല്ല, എല്ലാ ദിവസവും നന്നായിട്ട് നറിഷ് ചെയ്യുക. ഹെയർ നന്നായിട്ട് നറിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മാനേജബിൾ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഷാംപൂ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഷാംപൂ ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. മുടി നല്ല രീതിയിൽ മാനേജബിളായി കിടന്നോളും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുള്ളി മാത്രം കോക്കനട്ട് ഓയിൽ ഇതുപോലെ കയ്യിലെടുത്തിട്ട് അലോവേര ജെല്ലും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് സ്പ്ലിറ്റൻസിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പ്ലിറ്റൻസിൽ മാത്രമല്ല, മുകളിലോട്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ഹെയർ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാനായിട്ട് ഇത് സഹായിക്കും. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സിറം നമുക്ക് സ്കാൽപ്പിലോട്ടൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ചിലതിലൊക്കെ നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ളതാണ്. അത് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്നത് മേ ബി അത്ര അല്ലായിരിക്കാം. അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാതെ ഇത് ഏറ്റവും നാച്ചുറലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിമ്പിൾ റെമഡി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഹെയർ കെയർ ചെയ്ത് ത്രൂ ഔട്ട് കെയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എന്നാലേ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പം ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് നല്ല അടിപൊളി ഹെയർ കിട്ടും അങ്ങനെയല്ല. നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല ചെയ്യുന്നത്. കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തവരാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ വേറെ കെയർസ് ഉണ്ട്. നാച്ചുറലായിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കെയർ ചെയ്ത് അടിപൊളിയാക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ടാറ്റാ.